പി.ടി. റഹീം പ്രസിഡന്റായ നാഷണൽ സെക്യുലർ കോൺഫറൻസ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. 3 വർഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് നോട്ടീസ് നൽകിയത്. ഈ മാസം 30-ന് മുമ്പ് കണക്ക് ഹാജരാക്കിയില്ലെങ്കിൽ അംഗീകാരം റദ്ദാക്കുമെന്നാണ് മുന്നറിയിപ്പ്. പി.ടി. റഹീം എം.എൽ.എ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്. പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച വി. അബ്ദുറഹ്മാൻ ഇന്ന് മന്ത്രി. പക്ഷേ നാഷണൽ സെക്യുലർ കോൺഫറൻസ് എന്ന പാർട്ടിയുടെ അവസ്ഥ ഇന്ന് തുലാസിലാണ്. 2021 മുതലുള്ള പാർട്ടിയുടെ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിക്കാത്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ സെക്യുലർ കോൺഫറൻസിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ മാസം 30-ന് മുമ്പ് കണക്ക് ഹാജരാക്കിയില്ലെങ്കിൽ പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കുമെന്നാണ് മുന്നറിയിപ്പ്. മുസ്ലിം ലീഗിന് ബദലായി മലബാറിൽ LDF-നൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്ലാറ്റ്ഫോമായി വികസിക്കാനായിരുന്നു നാഷണൽ സെക്യുലർ കോൺഫറൻസിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. KT ജലീൽ, കാരാട്ട് റസാഖ് തുടങ്ങിയവരും INL ഒരു വിഭാഗവും ചേർന്ന് വലിയ പാർട്ടിയാകാനുള്ള ആലോചനയും നടന്നിരുന്നു. ഇതിനിടയ്ക്ക് INL ലയനം നടത്തിയെങ്കിലും പി.ടി. റഹീം വീണ്ടും പാർട്ടി സ്വതന്ത്രമായി നിലനിർത്തി. ലീഗിന് ബദലാകാൻ മറ്റു പാർട്ടികൾക്ക് കഴിയില്ല എന്നതിന്റെ തെളിവാണ് NSCയുടെ അവസ്ഥയെന്ന് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി TP അഷ്റഫ് അലി പറഞ്ഞു. ഇതൊക്കെ കേവലം ഒരു കടലാസ് സംഘടന എന്നുള്ളതല്ലാതെ ഇവർക്കൊന്നും പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതൊന്നും നമുക്ക് തോന്നുന്നില്ല. അതേസമയം കണക്കുകളെല്ലാം ഹാജരാക്കിയെന്നാണ് പി.ടി. റഹീം പറയുന്നത്. അടുത്ത മാസം 3-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗിൽ ഹാജരായി കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും പി.ടി. റഹീം പറഞ്ഞു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.